ഭാവിയിൽ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്, ഇപ്പോഴും ഇടതുപക്ഷം സ്വീകരിക്കുന്നതാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി 35 സീറ്റിലായി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ജനകീയ ശക്തിക്കൊന്നും എല്ലാം തകർന്നു കഴിഞ്ഞു എന്ന് ധരിക്കരുത്. ഞങ്ങൾ ഇനി ജനങ്ങളുടെ മുമ്പാകെ നാടിൻ്റെ കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഞങ്ങൾ നിർവഹിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും ചോർന്നു പോയിട്ടുള്ള ജനകീയ ശക്തി തിരിച്ചു പിടിക്കാൻ, ഞങ്ങൾ എതിർക്കുന്ന ജനകീയ ശക്തിയെ ഞങ്ങളോടൊപ്പം കൊണ്ടുവരാൻ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്ത് നേടും. ഒരു സംശയവും വേണ്ട. 1957 EMS അധികാരത്തിൽ വന്നു. എന്തിനാ ഗവൺമെൻറ് അട്ടിമറിച്ചത്? കോൺഗ്രസ് പാർട്ടി എന്തിനാ പിരിച്ചുവിട്ടത്? എന്തെങ്കിലും ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചിട്ടാണോ? വലതുപക്ഷ ജന്മി നാടുവാഴിച്ച ശക്തികൾക്കെതിരെ നടപടി സ്വീകരിച്ചു, നിയമനിർമ്മാണം നടത്തി ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടത്. 59 പിരിച്ചുവിട്ട ഞങ്ങളെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് കോൺഗ്രസ് അന്ന് ചെയ്തത്. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെയാണ് പിരിച്ചുവിട്ടത്. പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. 59 കഴിഞ്ഞ് 67 വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെൻറ് വന്നു. പക്ഷേ 67 അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ ഐക്യമുന്നണി അധികാരത്തിലേക്ക് വന്നു. ആ ഐക്യമുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയും വലതുപക്ഷം ദുർബലപ്പെടുത്തി. പിന്നെ വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിൽ പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ചില സാഹചര്യം, അതിനെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി വീണ്ടും കരുത്ത് നേടി പുറത്തേക്ക് വന്നു. വീണ്ടും തുടർച്ചയായി ചില തിരിച്ചടി വന്നു. വീണ്ടും കരുത്തോടുകൂടി വന്നു. ആ കരുത്തിൻ്റെ ഒരു കുതിപ്പിലാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഒരു തുടർഭരണമെന്ന കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനക്ഷേമത്തിന് വേണ്ടി ജനങ്ങളുടെ അംഗീകാരം, ജനതാൽപര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുന്നണി ഗവൺമെൻറ് ഭരിച്ചത്. ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത്. അത് വിശദമായി പരിശോധിച്ച് ഈ കേരളത്തെ വലതുപക്ഷ ശക്തികൾക്ക് എറിഞ്ഞു കൊടുക്കാതെ ഈ കേരളം നേടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ പുരോഗതിയും, എല്ലാ ജനങ്ങളുടെയും നീതി സംരക്ഷിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ ഇല്ലാതാക്കാൻ പോരാടി പ്രവർത്തിച്ച പ്രസ്ഥാനം ഈ കേരളത്തെ ഇനിയും ഇടതുപക്ഷ ശക്തികളുടെ പിന്തുണ, ഇടതുപക്ഷ ശക്തികളാകെ ഏകീകരിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് ഈ വലതുപക്ഷ നയത്തിനെതിരായി പോരാടി വിജയം കൈവരിക്കും. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിൽ വേണ്ടത്. കൂട്ടായ ചർച്ചകളും കൂട്ടായ തീരുമാനങ്ങളുമാണ്. ഞാൻ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുന്നത് ഗുണത്തിനും ദോഷത്തിനുമാകാം. പക്ഷേ ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ കലക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടൊരു കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്താലേ അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയും. എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനൊരു നിഗമനത്തിലെത്തി അഭിപ്രായം പറയുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയാണ് ആദ്യം അഭിപ്രായങ്ങൾ പറയേണ്ടത്. പാർട്ടി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, LDF പറഞ്ഞു, പാർട്ടി നയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, മുന്നണി നയം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നല്ലേ എനിക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും വ്യക്തിപരമായി വ്യക്തിയാധിഷ്ഠിതമാണ്. അത് പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ ജനവികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയോ? അങ്ങനെ ഒരു പരാജയം നിങ്ങൾ കണ്ടിരുന്നു മുന്നിൽ?
ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ്. പയ്യന്നൂരിലൊന്നും ഞങ്ങൾ ഒരു തോൽവി തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പയ്യന്നൂരിൽ പരാജയപ്പെട്ടു. ഇനി അത് ഗൗരവത്തിൽ തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. തളിപ്പറമ്പിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടു. ഇത് അവിടെ മാത്രമല്ല, ഇപ്പോൾ തൃക്കരിപ്പൂരും നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. പൊതുവെ നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിൽ ഞങ്ങളുടെ ഒരു പ്രാഥമികമായൊരു നിരീക്ഷണത്തിൽ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടുള്ളതാണ്. അഴീക്കോട് ഞങ്ങൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ സ്ഥലങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞു എന്നുള്ളതും തോറ്റു എന്നുള്ളതും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊതുവായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാറ്റത്തെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അത് സംബന്ധിച്ച് തന്നെയാണ് വളരെ വിശദമായി പരിശോധിക്കുന്നത്. ഏത് കാറ്റ് വന്നാലും ഇളകാത്ത സ്ഥലങ്ങളായിരുന്നു തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ. അവിടെ പോലും ഇത്തരത്തിൽ ഈ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചത് അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് LDF എടുത്ത CPM എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായി ആളുകൾ ചിന്തിച്ചു എന്നതിന്റെ തെളിവല്ലേ? ഏത് കാറ്റ് വന്നാലും ഇളകാത്തതാണ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് നല്ല മതിപ്പ് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വളരെ ശക്തമായൊരു പാർട്ടിയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിത്തറ തകരുന്നില്ലെന്ന് പറയുന്നത്? ശരിയുടെ മേലെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ. അവിടെ തന്നെ ഞങ്ങൾക്ക് ചില ഒലച്ച തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കരുതേണ്ടത് ഏത് കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള കരുത്തുമിടുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും തകരാത്ത നിലയിൽ അടിത്തറയും മേൽപ്പുരയും സുശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്, മുന്നണിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്.